Alaikum. Welcome back to my channel. Actually, after a very long time. ഒരുപാട് നാളത്തേക്ക് ശേഷമാണ് ഞാൻ ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് അത് ചെയ്യാൻ ഒരു കാരണമുണ്ട് കേട്ടോ. ടുഡേ ഈസ് നവംബർ 17th. യെസ്റ്റർഡേ വാസ് നവംബർ 16th. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ ഡേറ്റുകൾ പറയാനാണ് ഇപ്പോൾ ഇത്രയും ബിൽഡപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നത് എന്നുള്ളത്. ഒരിക്കലും അല്ല. ഞാനിപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ ഇന്നലെ തന്നെ ചെയ്യണമെന്ന് കരുതിയതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ കുഡന്റ് ഡു ഇറ്റ് ഡ്യൂ ടു പേഴ്സണൽ റീസൺസ്. സോ ടുഡേ ഐ ആം ഹിയർ ഇൻ ഫ്രണ്ട് ഓഫ് യു ഓൺ November 17th to talk about November 16th. So why November 16th? November 16th is actually a very important day in my life, full of bittersweet memories. ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ടുള്ള കുറച്ച് പേർക്കെങ്കിലും ഞാൻ ഇതേ കാര്യം മുൻപും പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഓർമ്മ വരുന്നുണ്ടാവും. ആ വീഡിയോൻ്റെ ലിങ്ക് ടൈറ്റിലൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. സോ കമ്മിങ് ബാക്ക് ടു ദ ഡേറ്റ് അഗെയിൻ, വൈ November 16th is so important and full of the so-called bittersweet memories. See, when an event happens in our life, especially if it is a happy event or a positive event, we are not expecting that it will end up in some negativity, or else even if it does not end up, we are not expecting, those the days or the years that is coming after that event will be going through some negative patches, or even if it goes through some negative patches, we are not expecting it will be mostly negative patches. It will be a mix of both, അല്ലേ? പക്ഷെ എന്ത് പറ്റുന്ന വെച്ചാൽ, if for some unfortunate reason, if that happy event or something that started on a happy note ends up in some negativity, പിന്നീട് നമ്മുടെ ലൈഫിൽ ആ ഒരു ഡേറ്റ് വരുമ്പോൾ, അറ്റ്ലീസ്റ്റ് ഫോർ സം പീപ്പിൾ, ഇറ്റ് സ്റ്റാർട്ട്സ് ഹോണ്ടിങ് അസ് വിത്ത് ബോത്ത് നെഗറ്റീവ് ആസ് വെൽ ആസ് പോസിറ്റീവ് മെമ്മറീസ്. ഓക്കെ, കുറച്ച് വർഷങ്ങൾ മുന്നേ വരെ ഈ November 16th പറയുന്ന ഡേറ്റ് എനിക്ക് കൂടുതലും ഈ സോ കോൾഡ് ഒരു നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് മെമ്മറീസ്, അല്ലെങ്കിൽ കൂടുതലും നെഗറ്റീവ് മെമ്മറീസ് മാത്രം തരുന്ന ഒരു ദിവസമായിരുന്നു. കാരണം സംതിങ് ദാറ്റ് സ്റ്റാർട്ടഡ് ഓൺ വെരി ഹാപ്പി നോട്ട് ഓർ വെരി ഹാപ്പി മൂമെൻറ്റ്സ്, eventually it kind of ended up in negativity, or it was going through negativity. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഹോണ്ടിങ് മീ ഓൾസോ. ബട്ട് ഓവർ ദി ഇയേഴ്സ് ഇപ്പോൾ എനിക്ക് പറയാം, വെറും ഒരു ഹോണ്ടിങ് അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി കൂടുതലും ഹോണ്ട് ചെയ്യുന്ന ഒരു ദിവസമായിരുന്ന November 16th എന്ന ദിവസം ഇന്ന് എനിക്ക് I can actually say I really don't need to bother about those negative or haunting memories, because today it is a lifelong sweet moment for me. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വെറും ഹസ്നയിൽ നിന്ന് ഡോക്ടർ ഹസ്നയായ ദിവസം ഇതേ November 16th ഇപ്പോൾ എനിക്ക് തോന്നും ഇറ്റ് ഈസ് എ ഡിവൈൻ ഇൻ്റർവെൻഷൻ. കാരണം നമുക്ക് ആക്ച്വലി നമ്മൾ ആ ഡേറ്റ് വന്നാൽ വെറും ഈ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ബാഡ് മെമ്മറീസ് മാത്രം വന്ന് നമ്മൾ സങ്കടപ്പെട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ദ ഡിവൈൻ പവർ ഹാഡ് ഗിവൺ മീ സച്ച് എ സ്വീറ്റ് മൂമെൻറ്റ്, ഓർ ദ ബെസ്റ്റ് മൂമെൻറ്റ് ഓഫ് മൈ ലൈഫ്, വൺ ഓഫ് ദി ബെസ്റ്റ് മൂമെൻറ്റ്സ് ഓഫ് മൈ ലൈഫ് ഓൺ ദ വെരി സെയിം ഡേ. അപ്പം ഞാൻ എന്തിന് ഓൺലി ദാറ്റ് നെഗറ്റീവ് മൂമെൻറ്റ്സ് അല്ലെങ്കിൽ ആ നെഗറ്റീവ് മെമ്മറീസ് ഓർത്തിരിക്കണം? ഇനി ഈ PhDൻ്റെ കാര്യം ഞാൻ മുൻപ് അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് പ്രത്യേകം എടുത്ത് പറയാൻ എന്താണ് ഇപ്പോൾ ഇത്ര കാര്യം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. കാരണം ഇതുപോലെ November 16th ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നു പോയിട്ടുണ്ടല്ലോ. ഇന്ന് ഈ November 15th അല്ലെങ്കിൽ November 15th അല്ല, November 16th 2025 എന്തുകൊണ്ട് ഒന്നും കൂടി സ്പെഷ്യൽ ആവുമെന്ന് വെച്ചാൽ, ആഫ്റ്റർ ബിക്കമിങ് ഡോക്ടർ ഹസ്ന, അല്ലെങ്കിൽ എന്താ പറയുക, ഐ എം കംപ്ലീറ്റിംഗ് 10 years as Dr. Hasna on November 16, 2025. So yesterday, November 16th, 2025 was the 10th anniversary, officially the 10th anniversary of my doctorate title. Kudos to myself. ഇങ്ങനെയൊക്കെ പറയാനിപ്പോൾ എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? വാട്ട് എവർ ദി എക്സ്പീരിയൻസസ്, ബാഡ് ഓർ പോസിറ്റീവ്, ആർക്കായാലും അവരവരുടെ എക്സ്പീരിയൻസ് ഇറ്റ് ഈസ് എ ബിഗ് ഡീൽ ഫോർ ദം. അതിപ്പോൾ PhD എന്നല്ല, ഏതൊരു കാര്യത്തിലായാലും എല്ലാവർക്കും അവരവരുടെ അനുഭവങ്ങൾ, അവരവരുടെ സന്തോഷങ്ങൾ, അവരവരുടെ ദുഃഖങ്ങൾ, അത് ഇറ്റ് ഈസ് എ ബിഗ് ഡീൽ ഫോർ ദം. ദർ ഇസ് നോ ക്വസ്റ്റ്യൻ അബൌട്ട് ഇറ്റ്, ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ PhD എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും വലിയ കാര്യമാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. And it is somehow, or directly or indirectly related to that bad moment. ഞാൻ നേരത്തെ പറഞ്ഞ ബിറ്റർ സ്വീറ്റ് മെമ്മറീസിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള മൊമെൻറ്റ്സിനോടും കണക്റ്റഡ് ആണ്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഡ്രീമായിരുന്നു PhD ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സംഹൗ ഇറ്റ് ഗോട്ട് മിക്സ് മാക്സ് കണക്ഷൻ ടു ഇറ്റ്.
പിന്നെ എനിക്ക് ഇത് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഐ ഹാഡ് ആക്ച്വലി എംബാർക്ക്ഡ് ഓൺ ദിസ് PhD ജേർണി വെൻ ഐ വാസ് ഗോയിങ് ത്രൂ എ വെരി ലോ ഫേസ് ഇൻ മൈ ലൈഫ്. ഓക്കെ. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, എനിക്കിത് ചെയ്യാൻ പറ്റുമോ, ഇനി ചെയ്യാൻ തുടങ്ങിയാൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ട്സ് വരുന്നൊരു സ്റ്റേജിലും കൂടിയാണ് ഞാൻ ഈ ഒരു PhD ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്കത് ചെയ്യാൻ ധൈര്യം തന്നത്, ഇങ്ങനെ ഒരുപാട് ഡൗട്ട്ഫുൾ ആയിട്ട് ഇരുന്നിരുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ ധൈര്യം തന്നത്, ഇറ്റ് ഈസ് സ്പെഷ്യലി മൈ പാരൻസ് ആറ്റിറ്റ്യൂഡ്, എസ്പെഷ്യലി മൈ മദർ. കാരണം എൻ്റെ മമ്മി പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ചെയ്യാൻ ശ്രമിച്ചില്ല എന്നൊരു ഖേദം നിനക്ക് പിന്നീട് വരരുത് എന്നുള്ളത്. ആ ഒരു സ്പാർക്കിലാണ് ഞാൻ ഇത് ചെയ്തു തുടങ്ങിയത്. ആൻഡ് ടുഡേ യു ക്യാൻ സീ ദ റിസൾട്ട്. ഐ ആം ഡോക്ടർ ഹസ്ന ആൻഡ് 10 years ടു ദാറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഇതിൻ്റെ ഇത്രയും വലിയ കാര്യമാണ് എന്ന് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ബിറ്റർ സ്വീറ്റ് കുറേ അതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതിനായിട്ട് പറയുകയാണെങ്കിൽ PhDയുടെ എന്തുകൊണ്ട് എന്തൊക്കെ സ്ട്രഗിൾസ് വന്നു, എന്തൊക്കെ സെറ്റ് ബാക്സ് എനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയണമെങ്കിൽ അത് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചിലപ്പോൾ ചെയ്യേണ്ടി വരും, വിച്ച് വിൽ ഇൻക്ലൂഡ് മൈ PhD ജേർണി. ഞാൻ എന്തൊക്കെ ചെയ്തു, എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്ത്, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ, അത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളും കൂടി കൂട്ടിച്ചേർത്തിട്ട് കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടാവും. ഇൻ ഷോർട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനായിട്ടൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യേണ്ടി വരും. അത് വേണോ വേണ്ടേ എന്നുള്ളത് പ്ലീസ് comment. And if you like whatever I said, or if you're able to relate to my emotions, please share that also. So till we see in the next video, or till we see next time, it's goodbye, masalama from me.